കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. ആൻഡ് ഇപ്പം ഞാൻ കീ കണ്ടുപിടിച്ചു. വി എന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വെപ്പൺ മാസ്റ്ററി എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ബാക്ക് പാക്ക് നമുക്ക് തുറക്കാൻ ബി അടിച്ചാൽ മതി. പിന്നെ എം എന്നടിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, എക്സ് അടിക്കുമ്പോഴോ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ലുക്ക് നോക്കി, എന്തൊരു രസമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒന്ന്, അവിടെ ഉണ്ടോ ഒന്ന്, ഇവിടെ ഒന്ന്, ദേ ആ ടവർ. സോ നമുക്ക് ഇനി ആ ടവർ ലക്ഷ്യമിട്ട് പോകാം. എന്തായാലും കൊള്ളാം. കഴിഞ്ഞ ദിവസത്തെ എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ഒരുപാട് പേര് തല്ലിക്കൊല്ലാനായിട്ട് വന്നു. നമ്മളെ ടാർഗറ്റിംഗ് ആണ് കേസ്. ആദ്യ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ് അവന്മാരുടെ ഉദ്ദേശം. പിന്നെ കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. RO യൂണിറ്റ് മാത്രമല്ല, US യൂണിറ്റും കൂടി ഉണ്ട്. സോ RO യൂണിറ്റ് എന്ന് പറയുന്നത് റിയാലിറ്റിയിലുള്ളതായിരിക്കും. സോ ഞാൻ ഈ 2 യൂണിറ്റിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഒറിജിനലിനെ കുറ്റം പറയാമെന്ന് വിചാരിച്ച് യൂട്യൂബ് ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ച് പണി തരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിനി യൂണിറ്റ് എന്ന് മാത്രമേ പറയത്തുള്ളൂ, ഏത് യൂണിറ്റ് എന്നൊന്നും പറയില്ല. റീച്ച്ഡ്, ഇവിടെ റീച്ച് ദ ഗോളോ? ഏത് ഗോള്? ട്രാപ്പിൽ ഞാൻ പോവാണ്. അതിന്റെ മുകളിലേക്ക് എങ്ങനെടാ കേറുക? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. തുറക്കടാ നിന്റെ വീട്. എന്താണുള്ളു ഇവിടെ? വീണ്ടും കുറെ കോള് ടോർച്ച്. അയ്യോ, അതൊക്കെ എനിക്ക് വേണം, അതൊക്കെ എന്റേതാ, അതൊക്കെ എനിക്ക് തിരിച്ചാ. അയ്യോ, വേറെന്തോ കൈ കയറി. ഇതിലൊക്കെ സെയിം സാധനം. നീയൊക്കെ എന്താ കളിക്കാടാ എന്നെ വെച്ചിട്ട്? പിന്നെ നമ്മളെ കയ്യിൽ എപ്പോഴും വേണ്ട സാധനം ബെഡ്, അതും അടുത്തുണ്ട്. ആൻഡ് ഫുഡ് കഴിഞ്ഞിരിക്കുന്നു. യെസ്, അങ്ങനെ നമ്മൾ ഇനി മുതൽ പട്ടിണി, വെറും പട്ടിണി. വെള്ളമില്ല, ഒരു കോപ്പും ഇല്ല, നമ്മൾ വെറും പട്ടിണി. ബെഡ് മെൽറ്റ് ചെയ്യാൻ നോക്കിയാലോ? ഹൈറ്റും ഉണ്ട്. വേണം, വെറുതെ റിസ്ക് എടുക്കണം. ചത്ത് കഴിഞ്ഞാൽ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാവും സ്പോണാവുക. എന്തിന് ഞാൻ ആ റിസ്ക് എടുക്കണം? അങ്ങനെ അതിമനോഹരമായിട്ട് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ 2 വീടുകൾ സ്പോട്ട് ചെയ്തു. ഒന്ന് അത്, ഒന്ന് അതിൻ്റെ മുകളിൽ. ഇവിടെ അവിടെ താഴത്തുണ്ട്. ഇതൊരു ടവറാണ്. സെൻട്രൽ എന്താ സർക്കിളായിട്ട്? ഓക്കെ, രാത്രിയാണ്. രാത്രി ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യണം തോന്നുന്നു, ഇല്ലെങ്കിൽ ഫ്രോസ്റ്റ് എടുത്തടിച്ച് ചാവും. പോയിട്ടോ. അമ്പോ, അല്ല ഇത് ഞാൻ വന്നതാണോ? അല്ലത് വരാത്ത അമ്മേ. ഓക്കെ, സ്വീറ്റ് ഡ്രീംസ്. ഇപ്പോഴാണ് സ്വീറ്റ് ഡ്രീംസും കോപ്പൊക്കെ കിട്ടുന്നത്. സോംബി സോറി സോംബി ബ്രോ. ഇവ എടുത്തേക്ക് വരുമ്പോ എന്താ ചെയ്യൂടാ? ഞാൻ ഒന്ന് മനസ്സിലായി, നമുക്ക് തോന്നിയോടത്തൊന്നു കിടന്നു. പൊട്ടല്ലേ പൊട്ടല്ലേ രാമൻകുട്ടി. കൊല്ലടാ കൊല്ലടാ. ഞാനിപ്പോ വരുവടാ, എന്നിട്ട് നിന്നെ കൊല്ലടാ നീളെ. ബണ്ണി, നോ ബണ്ണി. Bunny was trying to kill the real bunny. It's not funny. എവിടുന്നും എന്നെ ഫയർ ചെയ്യുന്നുണ്ട്. എവിടെയാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് നോക്കാനും നിൽക്കുന്നില്ല. എന്തൊരവസ്ഥയാടാ! മുകളിൽ നിന്നൊക്കെ ക്രീപ്പർ വന്നു വീഴുന്ന എന്തരാടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതൊരു ബാണാണ്. ആ മോളിക്ക് എന്തുണ്ട്? മുകളിൽ കുറെ പെട്ടികളുണ്ട്, അതിനകത്ത് ബ്രെഡ് ഉണ്ട്. ലെറ്റ്സ് ഈറ്റ് സം ബ്രെഡ്. ബാറ്ററീസ്, പിന്നെ ക്ലോത്ത് ഉണ്ട്, വീറ്റ് സീഡ് പാക്കേജ്, ബേസ്ബോൾ ബാറ്റ്, ഇതെന്താ, നെയിൽ, ആണി, ചെയിൻസോ.
പാക്കത്താനെ പോറേ ജോ മോൻ എന്റെ മുഖം നോക്ക്. ഓ ഇത് വെച്ചിട്ട് ചുമ്മാ അടിച്ചാൽ മതി, വേറൊന്നുമില്ല. ബാറ്ററി എടുക്കാം, പിന്നെ എം ടി ബാഗിലോട്ടൊരു കോപ്പ് ഇടാൻ പറ്റൂല. പിന്നെ എന്തിനാ മോനെ ബാഗ് നീ എനിക്ക് തന്നേക്കുന്നത്? എന്താ നെയിൽ ബോക്സ്? എന്തിന്? ബിയറൊക്കെ ഇരിക്കുന്നടാ ഇതില്. ഇനി അവിടെ ഡു യു ഗൈസ് വാണ്ട് ഫൈറ്റ് വിത്ത് മീ? ഇവിടെ ബെഡ് ഉണ്ടായിരുന്നല്ലേ 50mm. എടാ മോനെ എനിക്കൊന്ന് കാണണ്ടേ ഇവൻ എവിടെയാന്നുള്ളത്. ഇവന്മാർക്കാണെങ്കിൽ ഒടുക്കത്തെ എയിമും. ആ ഞാൻ എന്തിന് ക്രൗച്ച് ചെയ്യുന്നേ തീ അടിക്കുമ്പോ? ചുമ്മാ ഒരു കാര്യമില്ലാതെ. എടാ മോനെ എന്ത് കാര്യത്തിനാണ്? എടാ ക്രൗച്ച് ചെയ്യില്ല, സൂമാണത്. ആ കണ്ടടാ നിന്നെയൊക്കെ. അതാ അതാ. എടാ എനിക്കത് കാണാനില്ലടാ. എടാ ശരിക്കും എന്റെ കണ്ണടഞ്ഞു പോയ പോലെ ഒരു ഫീലടാ. നോക്കി സർക്കിൾസ് ഇങ്ങനെ വന്നിട്ട്. മൊത്തം ഇരിക്കടാ, ഒന്നും കാണാനില്ലടാ. ഇത് മനുഷ്യനല്ലേ? ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് എണീറ്റതാ, സത്തുപോയി. ഒരുത്തൻ ചത്തല്ലേ? ആ വീണ ഗ്യാപ്പിൽ ഞാൻ ഒരു ഇത് കൊടുത്ത്. എൻ്റെ എയിമിൻ്റെ മുന്നിൽ ഇവന്മാരൊന്നും ഒന്നുമല്ല. ഹാൻഡ് യു ഡൗൺ ബ്രോ. ചെയിൻസോ തെണ്ടി. ഞാൻ തന്നെ, വേറെ ആരുമല്ല. അവന്മാരെ അവിടെ അത്രയും പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഉണ്ട് കാര്യമായിട്ട്. കൊള്ളുന്നില്ലടാ. നിങ്ങൾ നോക്ക് എന്ത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അടിക്കുന്നത്, എന്നിട്ട് കൊള്ളുന്നില്ല. ഞാനും ചത്ത്, അവനും ചത്ത്. വിടില്ല ഞാൻ, പ്രതികാരം കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. അതങ്ങോട്ട് തീർന്നു കിട്ടിയില്ലേ. ഇപ്പൊ എന്റെ പ്രതികാരം മാറി, അവന്മാരെ തരിപ്പും മാറി. ഇനി ചോദിക്കല്ലേ, എനിക്ക് വയ്യ തരാൻ. നല്ല കിടിലൻ ഇതൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ പൊളിച്ച് കൊല്ല അവന്മാരെ. കോപ്പ് അവൻ്റെ ഇതൊക്കെ ഞാൻ വീണ്ടും വന്ന സ്ഥലം തന്നെ ആയിരിക്കും കേട്ടാ. എടാ എടാ വില്ലേജ് മച്ചാനെ. യെസ് യെസ്, ഫൈനലി ഫൈനലി. മച്ചാനെ ഞാൻ കിടന്നുറങ്ങണം, ഇന്നലെ രാവിലെ ആവുള്ളൂ. അതിൻ്റെ ഒരു ബോധം വേണം കേട്ടോ ബ്രോക്ക് വേണ്ടത് അതാണ്. ഞാൻ ബ്രോ പോകുന്നതിന് മുമ്പ് ഞാൻ ബ്രോക്ക് പോയാ പന്നി. അവന്മാര് നമ്മൾ അടിക്കും. സ്കെൽറ്റൻ. എൻ്റെ എന്തൊക്കെ ബാഗ്. I know it's very hard, but you guys need to understand this. I am your villain. ഫുഡൊക്കെ കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അത് കൊള്ളാം. ചത്താലും കുഴപ്പമില്ല, ഇവിടെ തന്നെ സ്പോൺ ആകുമ്പോൾ. കയ്യുമ്മ കൂടെ കറക്കി അടിക്കണല്ലേ. എടാ യൂണിറ്റ് ഇവിടെ വന്ന്. അണ്ണാ ഗോലോണ്ണ ഇടപെടണ്ണ. അണ്ണൻ ഇങ്ങനെ കയ്യും കെട്ടി നിന്നാ പോരണ്ണ, അടിക്കണ്ണ. ഞാൻ തന്നെ അടിക്കാം. എന്താ തീർന്നേ. നേർക്ക് നേരെ വാടാ, കാണാനില്ലടാവന്മാരെ.
ഇതേ അത് US യൂണിറ്റ്. They're kidding me, bro. They're kidding me. So basically, this video is winding up. So, അടുത്തൊരു വീഡിയോ കാണാം. ബൈ.